എസിന്റെ ഓർമ്മകളുമായി വി എസ് സുനിൽകുമാർ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ വി എസ് സുനിൽകുമാർ, വി എസിന്റെ ഓർമ്മകൾ എന്തൊക്കെയാണ് പങ്കുവെക്കാനുള്ളത്? ായിട്ടുള്ള അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തില് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു സുരക്ഷിത ബോധം, ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും അദ്ദേഹം കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് നൽകിയിട്ടുള്ള അങ്ങേയറ്റത്തെ ഒരു സുരക്ഷിത ബോധമാണ് വി എസിനെ പാവങ്ങളുടെ പടത്തലവൻ എന്ന് വിശേഷിപ്പിക്കാൻ ജനങ്ങൾ തയ്യാറായത്. അദ്ദേഹത്തിന്റെ വി എസിനെ പോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ, പ്രത്യേകിച്ച് നമ്മുടെ നിങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ പി കൃഷ്ണപിള്ളയോടൊപ്പം പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ കാലഘട്ടത്തില് അദ്ദേഹത്തോടൊപ്പം ഒരു എളിയ പ്രവർത്തകനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിയമസഭയിലും അത് പുറത്തുമൊക്കെ പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായി എന്നുള്ളത് എന്നെ പോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഭാഗ്യവും അഭിമാനവുമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം വി എസിനെ ഓർക്കുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ, അത് പൊതുവായി എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം CPM നേതാവായിരിക്കുന്ന സമയത്ത് തന്നെ അത് വിദ്യാർത്ഥി സമര കാലഘട്ടങ്ങളിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ നടന്നിട്ടുള്ള അനിശ്ചിതകാല നിരാഹാര സമരങ്ങൾ 2 തവണ ഞാൻ നിരാഹാര സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ആ 2 സമയത്തും വി എസ് അച്യുതാനന്ദൻ സമരപന്തലിലെ നിത്യ സന്ദർശകനായിരുന്നു അദ്ദേഹം ആ കാലഘട്ടത്തിൽ. പിന്നീട് യുവജന ഫെഡറേഷന്റെ പ്രവർത്തകനായി അതിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ അഴിമതിക്കെതിരായും അതുപോലെ അന്ന് വലിയ വിവാദമായിരുന്ന കുഞ്ഞാലിക്കുട്ടി പ്രശ്നത്തിലും വലിയ പ്രക്ഷോഭങ്ങൾ നടന്ന കാലഘട്ടത്തിലാണ് വി എസുമായിട്ട് നേരിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കാൻ അവസരം ഉണ്ടായിരുന്നത്. അന്ന് കുഞ്ഞാലിക്കുട്ടി വിഷയത്തിൽ പ്രത്യേകിച്ച് ചില വിവാദപരമായ നിലപാടുകളിലൊക്കെ നിൽക്കുന്ന കാലഘട്ടത്തില് ഞങ്ങളന്ന് വലിയ സമരത്തിലായിരുന്നു. IVF അന്ന് കുഞ്ഞാലിക്കുട്ടിക്കെതിരായും ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെതിരായും ശക്തമായ പ്രക്ഷോഭം ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് ആ സമരത്തിൽ അന്ന് മുൻ നക്സലൈറ്റ് നേതാവായിട്ടുള്ള അജിത ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമരത്തിൽ ഞങ്ങളോടൊപ്പം പങ്കാളികളായിരുന്നു. അന്ന് വി എസ് എന്നെ അന്ന് നേരിട്ട് അദ്ദേഹം മറ്റൊരാൾ വഴിയൊക്കെ വിളിച്ച് കാണണമെന്ന് പറയും. ഞാൻ അദ്ദേഹത്തെ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് ആണ് അദ്ദേഹത്തെ ഞാൻ നേരിട്ട് സംസാരിക്കാൻ എനിക്ക് അവസരം ഉണ്ടാവുന്നത്. അപ്പൊ ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യത്തെ പറ്റി പറയാൻ വേണ്ടിയാണ് അദ്ദേഹം വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അത് കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ആളല്ലെങ്കിൽ പോലും അദ്ദേഹം എന്തിനാണ് എന്നെ വിളിപ്പിച്ചത് എന്നുള്ളത് എനിക്കൊരു അത്ഭുതമായിരുന്നു. ഞാനവിടെ ചെല്ലുമ്പോൾ അജിത അടക്കമുള്ള ആളുകൾ ഞങ്ങളോടൊപ്പം അവിടെ വരികയുണ്ടായി. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞ ഒരു 3 വരി വാക്കുകളുണ്ട്. അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം നിങ്ങളുടെ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും, അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു ഈ സമരവും ശക്തമായി മുന്നോട്ട് പോകണം, ഒരു കാരണവശാലും സമരത്തിൽ നിന്നും പിന്മാറരുത്, 3ാമത്തെ സമരത്തിന്റെ പൂർണ്ണമായ പിന്തുണാകും. ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ പറയുന്ന പോലെയല്ല. സഖാത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം ഞങ്ങളോട് ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. വേറെ ഒന്നും അദ്ദേഹം ഞങ്ങളോട് ഔദ്യോഗികമായി